കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്ത്രീകൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ കുടുംബത്ത് ദാരിദ്ര്യവും ഭർത്താവിനും കുട്ടികൾക്കും ദോഷമോ? ഇപ്പം നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമായത് കേട്ടോ. ഇപ്പം കുളിക്കുക, നനയ്ക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ ദിനചര്യയുടെ ഭാഗമാണ്. ഇതിനൊക്കെ ഒരു സമയനിഷ്ഠ വെക്കുന്നത് നന്നായിരിക്കും ഇല്ലെന്ന് എൻ്റെ വ്യക്തിഗത അഭിപ്രായമായിട്ട് ഞാൻ പറയാം. അല്ലാതെ ഇതിനകത്ത് ജ്യോതിഷവുമായിട്ടോ അല്ലെ താന്ത്രികവുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഉച്ചയ്ക്ക് ഉറങ്ങുക, ഇപ്പം രാവിലെ വെളുപ്പാങ്കാലത്ത് ചിലപ്പോൾ 4 മണിക്ക് എണീറ്റ് ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ 3 മണിക്ക് എണീക്കും. 7 മണിയാകുമ്പോഴത്തേക്കും കുട്ടികളെ വിടണം, 8 മണി അല്ലെങ്കിൽ 9 മണി ഭർത്താവിനെ വിടണം. ആ രീതി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഈ 4 മണിക്ക് കഴിഞ്ഞ് ചിലപ്പോൾ കുളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതൊന്നും ഈശ്വരൻ അറിയാവുന്ന കാര്യം. തീർച്ചയായിട്ടും കുളിച്ചിട്ട് അടുക്കളയിൽ കയറാവൂ അല്ലെ അന്നപൂർണേശ്വരി ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും അവരുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ പെരുമാറണമല്ലോ. ഇപ്പം വെള്ളമില്ലാത്തടത്ത് നമുക്ക് മുങ്ങാൻ പറ്റുമോ? ഇപ്പം ഒരാൾ പീരീഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 കുളിക്കും മുങ്ങി കുളിച്ചിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുക. 4 5 മുങ്ങി കുളിക്കണം എന്നാണ്. ഇപ്പം വിദേശത്തുള്ള ആളാണ്, പറ്റുമോ? പറ്റാവുന്ന കാര്യമല്ല. അപ്പം നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പിന്നെ നടക്കുന്ന കാര്യമുള്ളൂ. അപ്പം ഈ വെളുപ്പാങ്കാലത്ത് തൊട്ട് ചിലപ്പം ജോലികൾ ചെയ്യുന്ന ഒരാൾക്ക് ഈ 9 മണി കഴിഞ്ഞാൽ പിന്നെ വീട് വൃത്തിയാക്കുക അത് ഇതും എല്ലാം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളും മറ്റുള്ളതൊക്കെ കാണും. ഉച്ചയ്ക്കായിരിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റും. ചിലപ്പം 1 മണി കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 2 മണി കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങി 4 മണി വരെയുള്ള സമയം. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്തുവാ, ചിലപ്പം 3 മണിയാകുമ്പോൾ എണീക്കും കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകാനോ മറ്റു കാര്യങ്ങൾ. ഭർത്താവ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചായ കാപ്പി എന്തെങ്കിലും ചായക്ക് ചിലപ്പോൾ കടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. വൈകിട്ടത്തെ ജോലികളൊക്കെ കിടക്കുന്നു. തീർച്ചയായിട്ടും ഇതൊന്നും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമല്ല. ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിനൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഒരു ഉറങ്ങിയാൽ കുഴപ്പമാണോ എന്ന് നമുക്ക് ചോദിച്ചു. അങ്ങനെ ഉറങ്ങുന്നതുകൊണ്ട് വിഷയമൊന്നും പറയാനില്ല. പകലുറക്കം നന്നല്ലെന്ന് പണ്ടുള്ളവർ പറയും. അത് ഈ വണ്ണമുള്ളവർക്കൊക്കെ വണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ക്ഷീണമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉറങ്ങാം. അതിനൊന്നും വിഷയമില്ലാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാൽ അവനവൻ്റെ ശരീരത്തിന് ക്ഷീണം ഉണ്ടോ ഇല്ലയോ അവനും അറിയാം. അവനവൻ്റെ അവസ്ഥ, ആരോഗ്യസ്ഥിതി, അവനവൻ്റെ അവസ്ഥ അറിഞ്ഞ് പെരുമാറുക. അപ്പം ഇനിയും ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് മറുപടികളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.